ചിക്കൻ ബിരിയാണി ഒരു മട്ടൻ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. ആസ്ട്ര ബിരിയാണി എന്ന് പറയുന്നത് ബെസ്റ്റ് ബിരിയാണി എന്നാണ് അവർ പറയുന്നത്. എങ്ങനെ ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി ആണോ അത് ബെസ്റ്റ് ബിരിയാണി ആണോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത്. ചിക്കൻ ബിരിയാണി ഒരു മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അതാണ് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി. അതിൻ്റെ കൂടെ ദിണ്ടിക്കൽ ബിരിയാണിയുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആയതുകൊണ്ട് ഈ സാധനങ്ങൾ വന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് നോക്കേണ്ടി വരും. ഗ്രേവി ടൈപ്പ് ഒക്കെ ആണ് സ്ഥലമാണ്. കുഴപ്പമില്ല. മീറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സാധാരണ ഒരു ജ്യൂസി ഫീഡല്ല, ഒരു മിനിമം സെൻറ്റ് ഓഫ് സ്റ്റീലുള്ള സാധനം. ചിക്കൻ ബിരിയാണി ഒരു മട്ടൻ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി കുറച്ച് താഴെയാണ് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മട്ടൻ ബിരിയാണി കുഴപ്പമില്ല, നല്ല ഒരു ബൗ ഫീൽ കിട്ടും. അതെന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട് ചെന്നൈ സ്റ്റൈൽ ബിരിയാണിയാണ് ആക്ച്വലി. ആ ചെന്നൈ സ്റ്റൈൽ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാധനം ഓക്കെയാണ്. അതിൻ്റെ മസാലകൾ ആണെന്നുണ്ടെങ്കിലും അധികം കുത്തിയിട്ടുള്ള ഒരു മസാലകളൊന്നുമല്ല, നോർമൽ ഒരു മൈൽഡ് ഫ്ലേവറാണ്, പക്ഷേ കുറച്ച് സ്പൈസിയാണ്. നല്ല സാധനം, നല്ല ഒരു ഇതാണ്. മട്ടൻ ബിരിയാണിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9.5 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റും. ചിക്കൻ ബിരിയാണി എന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ചിക്കൻ ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ചിക്കൻ ബിരിയാണി കഴിച്ചതിൽ എനിക്ക് തോന്നിയത് ഒരു 7.5 മാക്സിമം അത്രേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ശരിക്കും നമുക്ക് അത് കഴിക്കുമ്പോൾ തന്നെ ആ ഡിഫറൻസ് മനസ്സിലാവും. രണ്ട് ബിരിയാണിയും കഴിച്ചുകൊണ്ട് ആ രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും.